ദൈവത്തിന് നമ്മളുള്ള ശത്രുത മാറി. അവനിതാ തിരശ്ശീല കീറിക്കളഞ്ഞു. നമുക്ക് യാഗങ്ങളില്ലാതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, വഴിപാടുകളില്ലാതെ വിശ്വാസത്താൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇതാ സ്വർഗം സമ്പൂർണ്ണമായിട്ടും തുറന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുരോഹിതന്മാരെ ദൈവം നീക്കം ചെയ്തു. ഇനി പാപമോചന ചീട്ടൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം വഞ്ചനയാ, കളിപ്പീര് പരിപാടിയാ. ഇനിയും എന്താണ്? വിശ്വസിക്കുന്നവരെ സമ്പൂർണ്ണമായിട്ട് നീതീകരിക്കുന്ന ദൈവകൃപ. ആ യേശുക്രിസ്തു അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അല്ലയോ ദേശനിവാസികളെ, യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുന്നു. എല്ലാ ജാതി മതസ്ഥരും ഇപ്പോൾ എല്ലായിടത്തും മാനസാന്തരപ്പെടണം ദൈവം കൽപ്പിക്കുന്നു. ഇപ്പോൾ അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം നിങ്ങളോട് കൽപ്പിക്കുകയാണ്. യാചനയല്ല, കൽപ്പനയാണ്. എന്തുകൊണ്ട്? എന്റെ ഏകജാതനായ പുത്രനെ, സ്വർഗത്തിൽ എന്റെ മടിയിലിരുന്നവനെ തന്നെ നിനക്ക് പകരക്കാരനായിട്ട് ഞാൻ ക്രൂശിൽ തറച്ചത് വഴി ആ ക്രൂശിലേക്ക് നോക്കി എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ആ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും തള്ളിക്കളയണം. പാരമ്പര്യങ്ങളും പുരോഹിതന്മാരെയും നിങ്ങൾ തള്ളിക്കളയണം. യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവും ദൈവമായിട്ട് സകല ജാതി മതസ്ഥരും അംഗീകരിക്കണം. അതേപോലെ ക്രിസ്തീയ മതവിശ്വാസികളും നിങ്ങളുടേതാണ് യേശുക്രിസ്തുവിനെ വിട്ടുള്ള മധ്യസ്ഥതകളെ വിട്ട് യേശുക്രിസ്തുവിനെ ഏക മധ്യസ്ഥനായിട്ട് അംഗീകരിക്കണം. ഇതാകുന്നു മാനസാന്തരം.